നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന് ശശി തരൂർ. കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മറച്ചുവെച്ച് തരൂരിന്റെ വിവാദ പ്രസ്താവന. ക്ഷണിച്ചിട്ട് വരാൻ ആരുടെയും സംബന്ധമല്ല നിലമ്പൂരിൽ നടക്കുന്നതെന്ന് ഉണ്ണിത്താൻ. വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിനെ വെട്ടിലാക്കിയ തരൂരിനെതിരെ നടപടി വന്നേക്കും. രാജ്യ താൽപര്യം മുൻനിർത്തി തരൂർ കളിക്കുന്ന കളി BJP-യിലേക്ക് ചേക്കേറാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന കോൺഗ്രസ് MP ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും ക്ഷണിച്ചാൽ പോകുമായിരുന്നുവെന്നുമാണ് ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. എന്നാൽ ശശി തരൂരിന്റെ വാദം തെറ്റാണെന്നാണ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടിക വ്യക്തമാക്കുന്നത്. ജൂൺ 4-ന് കോൺഗ്രസ് നൽകിയ 40 അംഗങ്ങളടങ്ങിയ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ 8ാം സ്ഥാനത്താണുള്ളത്. വസ്തുത ഇതായിരിക്കെ നിലമ്പൂരിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന് വോട്ടിംഗ് ദിവസം തരൂർ വെടിപൊട്ടിച്ചത് ആരെ സഹായിക്കാനാണെന്ന ചോദ്യം ഉയരുകയാണ്. നിലമ്പൂരിൽ വരാതിരിക്കുകയും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധവും പരിഹാസവും ഉയരുകയാണ്. നിലമ്പൂരിൽ ആരുടെയും സംബന്ധമല്ല നടക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പാണ്. അവിടേക്ക് ആരെയും ക്ഷണിച്ചു കൊണ്ടുവരേണ്ടതില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. ശശി തരൂരിന്റെ ശരീരം കോൺഗ്രസിലും കൂറ് മോദിക്കൊപ്പവുമാണ്. രാജ്യ താൽപര്യം എന്ന് പറഞ്ഞ് BJP സർക്കാരിനൊപ്പം നിൽക്കുന്നത് തരൂരിന്റെ വ്യക്തി താൽപര്യം മാത്രമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ച് തീർക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ശശി തരൂർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞ കാര്യമല്ലെന്നും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ തോന്നിയത് പറഞ്ഞതാകാമെന്ന് പറഞ്ഞ് വിവാദത്തെ മയപ്പെടുത്താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം വോട്ടെടുപ്പ് ദിവസം തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം പ്രസ്താവനയിറക്കിയത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. ശശി തരൂരിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം വിദേശത്താണെന്ന മറുപടിയാണ് UDF നേതൃത്വം നൽകിയിരുന്നത്. എന്നാൽ നിലമ്പൂരിലേക്ക് വരണമെന്നഭ്യർത്ഥിച്ച് ഒരു മിസ്ഡ് കോൾ പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ക്ഷണിക്കാതെ ഒരിടത്തും പോകാറില്ല, അവിടെ തന്നെ വലിയ ആവശ്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. 16 വർഷമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയാണ്. പാർട്ടിയോടും പ്രവർത്തകരോടും ഒരു പ്രശ്നവുമില്ല. പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ട. പാർട്ടി അവഗണിച്ചുവെന്ന തോന്നലുമില്ല. നേതൃത്വത്തിനോട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞു. BJP-യിലേക്കെന്ന അഭ്യൂഹവും തരൂർ തള്ളി. പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് നയതന്ത്ര ദൗത്യത്തെപ്പറ്റി മാത്രമെന്ന് തരൂർ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാഷ്ട്രീയ ലൈനിൽ മാറ്റമില്ല. നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരോടും സൗഹൃദപരമായാണ് പോകുന്നതെന്നും തരൂർ പറഞ്ഞു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും യുവ നേതാക്കളുമെല്ലാം നിലമ്പൂരിൽ തുടരുമ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോകും. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഈ യാത്ര. അതിപ്രധാന നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ടെന്നാണ് സൂചന. റഷ്യൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂർ പോകുന്നത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുകയെന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന്റെ അജണ്ടയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യക്ക് അനുകൂലമായി തിരുത്തലും വരുത്തി. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂരിസത്തിന്റെ ഇടപെടലായിരുന്നു. ഇതിന് പിന്നാലെ UK-യിലേക്ക് തരൂർ പോയി. ലണ്ടൻ ദൗത്യവും രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ യാത്ര. കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകൾ എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും തരൂരോ തരൂർ ക്യാമ്പോ സ്ഥിരീകരിക്കുന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷം തരൂർ വിശദ ചർച്ചകളും നടത്തിയിരുന്നു. മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നുവെന്നാണ് സൂചന. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ രാഷ്ട്രീയ വേർതിരിവ് ഇല്ലാതായെന്ന് ശശി തരൂർ വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേ നിലപാട് തന്നെയാകും എടുക്കുകയെന്ന് ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയത്. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടി നയമല്ല പൊതുവായ നയമാകും സ്വീകരിക്കുക. ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിൽ നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസിൽ തുടരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ അംഗീകരിച്ചും പ്രശംസിച്ചും മുന്നോട്ടു പോകുന്ന ശശി തരൂർ പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നതെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. എന്നാൽ എടുത്തുചാടി തരൂരിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്ന നയമാണ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. പുറത്താക്കപ്പെട്ടാൽ ഇരവാദം ഉന്നയിച്ച് തരൂർ BJP-യിലേക്ക് ചേക്കേറിയേക്കാം. രാജ്യ താൽപര്യത്തിനൊപ്പം നിന്നതിനെ കോൺഗ്രസ് തന്നെ പുറത്താക്കിയെന്ന വാദം തരൂർ ഉയർത്തിയേക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം മുൻകൂട്ടി കാണുന്നുണ്ട്.